രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ വീടൊക്കെ ഞാൻ വേഗത്തിൽ ഒന്ന് അടിച്ചിടാണ് കേട്ടോ. അലക്കാനും തുടക്കാനും ഒക്കെ ഉണ്ട്, അതൊക്കെ ഇനി വന്നിട്ടാവാന്ന് വിചാരിച്ചു. വേഗം തന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്. ഹോമിയോ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. അന്നമോൾക്ക് തുമ്മൽ ഇപ്പം മരുന്ന് നിർത്തിയേക്കുന്നുണ്ട്, പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ഹോമിയോ ഡോക്ടറെ പോയി കണ്ട് മരുന്ന് മേടിക്കാമെന്ന് കരുതി. ജോക്കൂട്ടനാണെങ്കിൽ ചെറിയ രീതിയിൽ തൊണ്ടവേദനയുണ്ട്. അപ്പം നല്ലൊരു ദിവസം വരെയല്ലേ എന്ന് കരുതി ഞാൻ മരുന്ന് മുൻകൂട്ടി മേടിക്കാൻ വേണ്ടി പോവാണ്. അസ്വസ്ഥതകളൊന്നും ഇല്ലാതിരിക്കട്ടെ, നമുക്ക് നല്ലൊരു ദിവസം വരുമ്പോൾ മക്കൾ ഇങ്ങനെ വയ്യാണ്ടിരിക്കുമ്പോൾ വിഷമാണല്ലോ. അപ്പോൾ വേഗം പോയി വീടൊക്കെ പൂട്ടി ഞാൻ ചോറൊക്കെ വാർത്തിട്ടു കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് വന്നിട്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഹോമിയോ ഡിസ്പെൻസറിയിൽ ചെന്നു കേട്ടോ. ഡോക്ടർ ഉണ്ടോ ചേച്ചി എന്ന് ചോദിച്ചിട്ടാണ് അകത്തേക്ക് കയറിയത്. ചീട്ടൊക്കെ എടുത്തു, കുറച്ച് നേരം അവിടെ ഇരുന്നു. ഞങ്ങൾ രണ്ടുപേരെയും കാണിച്ചു, സംസാരിച്ചു, വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ നമുക്ക് മരുന്നൊക്കെ തന്നു കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ മരുന്നൊക്കെ മേടിച്ച് നടന്ന് വന്ന വഴി പൂവരശിൻ്റെ ഒരു മരം നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് വൈകിട്ട് അട ഉണ്ടാക്കാടാ, കുറച്ച് ഇല പറിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാനും ജോക്കുട്ടനും അന്നമോളും കൂടി കുറച്ച് ഇലയൊക്കെ പറിച്ചു. ഇങ്ങോട്ട് നീങ്ങിയപ്പോൾ ഒരു ചെടി കണ്ടു. അപ്പോൾ അന്നമോള് പറഞ്ഞതിൽ പൂവുണ്ടമ്മ നമുക്ക് നടാന്ന് പറഞ്ഞപ്പോൾ അവൾ ആ കാടിൻ്റെ ഉള്ളിൽ കയറിയ ചെടിയും ഇങ്ങോട്ട് പറിച്ചെടുത്തു.